നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. കോൺഗ്രസ്സുകാർക്ക് എന്തോ ഭയം കുടുങ്ങിയിട്ടുണ്ട്. ആ ഭയം മറ്റാരെയും കുറിച്ചല്ല, ശൈലജ ടീച്ചറെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചറിനെ ഭയക്കുന്നത്? ശൈലജ ടീച്ചറിനെ മാത്രമല്ല, LDFൽ UDFകാർക്ക് ഭയക്കാൻ നിരവധി സ്ത്രീമുഖങ്ങളുണ്ട്. അതാണ് UDFൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. കാര്യം അങ്ങനെ ചില സ്ത്രീ മുഖങ്ങൾ അങ്ങോട്ട് നിരന്നിറങ്ങി നിന്നാൽ പിന്നെ ആ സ്ത്രീ മുഖങ്ങളെ ഒന്നും എതിരിടാനുള്ള ശക്തി UDFലെ ഒരു സ്ത്രീ മുഖത്തിനുമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മളങ്ങോട്ട് പറയുകയാണ് ശൈലജ ടീച്ചർ എന്നൊരൊറ്റ പേര് മതി കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും ആ പെട്ടെന്നൊരു ഒരാളിലേക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ഒരു ആരാധനയോടുകൂടി കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും നോക്കി നിൽക്കാനും. വലിയ പ്രഹസനങ്ങളൊന്നും ശൈലജ ടീച്ചർ ഒരുപക്ഷെ നടത്തിയിട്ടുണ്ടാവില്ല. വലിയ സമരമുഖത്തൊന്നും ശൈലജ ടീച്ചറിനെ നമ്മൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവില്ല പുതിയ തലമുറക്കാർ. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ആ ഒരൊറ്റ പേരിലുണ്ട് എല്ലാം, ശൈലജ ടീച്ചർ. അല്ലെങ്കിൽ എല്ലാവർക്കും ഇന്ന് നമുക്കറിയാവുന്ന പോലെ ടീച്ചറമ്മ. ഈ ടീച്ചറമ്മയെ ഭയങ്കര ഭയമാണ് ശരിക്കും ഈ UDFകാർക്ക് എല്ലാവർക്കും. പകരം വെക്കാൻ ആളില്ലാത്തത് കൊണ്ട് മാത്രമല്ല. നമ്മൾ നോക്കിക്കോളൂ, ഇപ്പോൾ KJ ഷൈൻ ടീച്ചർ വരെ എത്തി നിൽക്കുന്ന ഒരു വലിയ സ്ത്രീപക്ഷ നിര നമ്മുടെ ഇടതുപക്ഷത്തിന് ഉണ്ട് എന്നിരിക്കലും അപ്പുറത്തേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. UDFന് ആരൊക്കെയാണുള്ളത്? UDFൽ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ UDFൽ കോൺഗ്രസിനെ മാത്രം നോക്കിയാൽ മതി, ബാക്കിയുള്ളവരെയൊക്കെ തഴിഞ്ഞു കളഞ്ഞേക്കൂ. കാര്യം ലീഗിൽ അങ്ങനെ ഒരു സ്ത്രീ മുഖം എന്ന് പറയാൻ പറ്റിയ മുഖങ്ങൾ, കരുത്തയായ സ്ത്രീ മുഖം എന്ന് പറയാനില്ല. നമ്മൾ UDFലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് നോക്കിയാൽ ആകെയുള്ളതൊരു ബിന്ദു കൃഷ്ണ മാത്രമാണ്. ബിന്ദു കൃഷ്ണയുണ്ട്, ദീപ്തി മേരി വർഗീസ് ഉണ്ട്, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഷാനി മോൾ ഉസ്മാൻ ഉണ്ട്, കുറച്ചുകൂടെ ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജബി മേത്തറുണ്ട്. അങ്ങനെ വളരെ കുറച്ച് പേർ മാത്രമാണ് ശരിക്കും കോൺഗ്രസിൻ്റെ ഒരു മുഖങ്ങൾ എന്ന് പറയാൻ പറ്റുന്നത്. എന്നാൽ ഇവരെ അത്രയും ശ്രീമതി ടീച്ചറെ പോലെയോ അല്ലെങ്കിൽ ശൈലജ ടീച്ചറെ പോലെയോ ഷൈൻ ടീച്ചറെ പോലെയോ അങ്ങനെ സതീദേവിയെ പോലെയോ അങ്ങനെ ആരെയെങ്കിലും ഒരു പകരം വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ത്രീമുഖമായി അവരാരും വളർന്നു വന്നിട്ടില്ല എന്നുള്ളത് സത്യത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അവർ പലപ്പോഴും സ്ത്രീപക്ഷം എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഏത് സ്ത്രീകളെയാണ് അവർ മുൻനിരയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? ഒരു സ്ത്രീകളെയും മുൻനിരയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഈ പറയുന്ന നമ്മുടെ ഷാനി മോൾ ഉസ്മാൻ എത്ര കാലമായിട്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ള ഒരു നേതാവാണെന്നേ. ആ നേതാവിന് അർഹിക്കുന്ന ഒരു പദവി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? JSSുമായി ബന്ധപ്പെട്ടുകൊണ്ട് KR ഗൗരിയമ്മയ്ക്ക് കിട്ടിയ ഒരു പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ട് ആ ഗൗരിയമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രാധാന്യം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അടിയുറച്ച ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നത് കൊണ്ട് മാത്രമാണ്. അവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ഒരു ചരിത്രം കേരളത്തിലുള്ള ജനങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടായിരുന്നേ JSS രൂപീകരിച്ച് ഗൗരിയമ്മ മാറി നിന്ന സമയത്തും ആ ഗൗരിയമ്മയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം കോൺഗ്രസ്കാർ കൊടുത്തത്. അല്ലാതെ കോൺഗ്രസ്സിൽ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഗൗരിയമ്മ അധപ്പതിച്ചു പോയനെ അല്ലേ? അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ ശൈലജ ടീച്ചറിലേക്ക് വരാം. അതൊക്കെ കൊണ്ട് തന്നെയാണ് ശൈലജ ടീച്ചറിനെ ഒരു കോൺഗ്രസ്സുകാർക്കും UDFകാർക്കും ഇത്ര ഭയം. എപ്പോൾ കണ്ടാലും എപ്പോൾ കിട്ടിയാലും അതിനെല്ലാം സൈബർ കൊങ്ങുകൾ ഇരുന്നു കൊണ്ട് ഓരോ സാധനങ്ങൾ മെനഞ്ഞുണ്ടാക്കി ടീച്ചറെ നാണം കെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അത്തരക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പത്തനംതിട്ടയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, ശൈലജ ടീച്ചർ ഒരു പൊതുപരിപാടിയിൽ അല്ലെങ്കിൽ ഇവരുമായി ചേർന്നിട്ട് അവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളുമായി സംസാരിക്കുന്നതിനിടയിൽ ശൈലജ ടീച്ചർ പറഞ്ഞിരുന്നു ഇവർക്ക് അലവൻസ് കൊടുത്തിരുന്നു. അതെ, അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്നാ ചോദിക്കും, ഓണം കേരളത്തിൽ മാത്രമല്ലേ, അതുകൊണ്ട് അലവൻസ് കൊടുക്കുന്നത് തെറ്റാണോ എന്ന് ചോദിക്കുമായിരിക്കും. പക്ഷേ ബാക്കിയുള്ളവരൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയല്ലേ? ആ കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രകാരം ദീപാവലിക്ക് അവർക്ക് ബോണസ് കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ, അവർക്ക് അലവൻസ് നൽകാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ നൽകിയിട്ടുള്ള എത്ര സംസ്ഥാനങ്ങളെ ഈ ബാക്കിയുള്ള കോൺഗ്രസ്സുകാർക്ക് അറിയാം? അവർക്ക് മിക്കപ്പോഴും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കറിയാം കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളം സംസ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാനത്തിനപ്പുറത്തേക്ക് ദേശീയ തലത്തിൽ ആഘോഷിക്കുന്ന ആഘോഷങ്ങൾക്ക് മാത്രമേ പലപ്പോഴും കേന്ദ്ര സർക്കാരിൽ നിന്ന് ബോണസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്നിട്ട് കൂടി കേരളത്തിൽ ഒരു ഓണം ഉണ്ടാകുന്ന സമയത്ത് പ്രാദേശികമായുള്ള അതിന് അലവൻസ് നൽകിയത് ഈ സംസ്ഥാന സർക്കാരാണ്, ഇടതുപക്ഷ സർക്കാരാണ്. അത് പറഞ്ഞതിൽ എവിടെയാണ് തെറ്റ്? അപ്പോഴും പലരും എങ്ങനെയാണ് അതിനെ വിവക്ഷിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓണം കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അലവൻസ് കൊടുത്തുകൂടെ എന്നാണ്. ബാക്കി ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ ദേശീയ ആചാരങ്ങളുണ്ട്, അല്ലെങ്കിൽ തദ്ദേശീയമായ ചില ആഘോഷങ്ങളുണ്ട്. ആ ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കെല്ലാം ഈ പറയുന്ന അലവൻസ് കൊടുക്കാൻ ഏതെങ്കിലും സർക്കാർ തയ്യാറായിട്ടുണ്ടോ? അതാണ് ചോദിച്ചത്. അതോടൊപ്പം കേന്ദ്രത്തിൻ്റെ ഭാഗമായി കേന്ദ്രാവിഷ്കൃത പദ്ധതി ആയതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു ആഘോഷങ്ങൾക്ക് അവർക്ക് അലവൻസ് നൽകിയിട്ടുണ്ടോ? കേരളത്തിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂടി പറയണം. കാരണം അവർക്കും കൂടി അതിന് അർഹതയുണ്ട് എന്നുള്ള കാര്യവും തിരിച്ചറിയണം. അതിനെ അങ്ങ് ട്രോളുകളിലേക്ക് കൊണ്ടുപോകാൻ, ട്രോൾ മെറ്റീരിയലാക്കുക. കുറച്ച് കാലത്തിന് മുമ്പ് വരെ ശൈലജ ടീച്ചർ ഉപയോഗിക്കുന്ന കണ്ണടയ്ക്ക് വില കൂടുതലാണ് എന്നുള്ളതാണ്.
നമ്മുടെ കൂട്ടത്തിൽ കണ്ണട ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ. ഒരു പ്രോഗ്രസീവ് ലെൻസ് എന്ന് പറയുന്ന ഒരു ലെൻസ് വാങ്ങാൻ വേണ്ടി നമ്മൾ മുടക്കേണ്ടി വരുന്ന എത്ര രൂപയാണ് എന്നുള്ള കാര്യം അത് ഉപയോഗിക്കുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം. അത് എത്ര കുറഞ്ഞ ചിലവിൽ ആയിരുന്നാൽ പോലും അതിനൊരു 25,000 രൂപ ഏറ്റവും കുറഞ്ഞതൊരു പ്രോഗ്രസീവ് ലെൻസിന് കൊടുക്കേണ്ടി വരുമെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു പ്രോഗ്രസീവ് ലെൻസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ണട വാങ്ങുന്ന ശൈലജ ടീച്ചർ 25,000 രൂപയ്ക്കോ 28,000 രൂപയ്ക്കോ ഒരു കണ്ണട വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അത് ഇത് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന അതിനെ വലിയ വിവാദമാക്കി മാറ്റുക. PPE കിറ്റ് എന്ന് പറയുന്ന അത് കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ടെൻഡർ നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ശൈലജ ടീച്ചർ വലിയ അഴിമതി കാണിച്ചു എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് 20 രൂപയ്ക്ക് ലഭിക്കുന്ന ഏതൊരു കമ്പനിയുടെ ആണെങ്കിലും ഒരു N95 മാസ്കിന് ഇന്ന് നമ്മൾ 20 രൂപയ്ക്കാണ് നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേ മാസ്ക് തന്നെ യാതൊരു മാറ്റവുമില്ലാത്ത അതേ മാസ്ക് തന്നെ 150 രൂപയ്ക്ക് മേടിച്ച ഒരവസ്ഥ ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിനെന്ന് മാത്രമല്ല നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും. അങ്ങനെ വാങ്ങിക്കൊണ്ട് നമ്മുടെ ഇന്ന് 10 രൂപയ്ക്ക് 3 കിട്ടിക്കൊണ്ടിരിക്കുന്ന സർജിക്കൽ മാസ്ക് എന്ന് പറയുന്ന ആ മാസ്ക് നമ്മൾ ഒരെണ്ണം 10 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട്, 10-നും 20-നും മേടിച്ചിട്ടുണ്ട്, 20-നും 25-നും മേടിച്ചിട്ടുണ്ട്, 30 രൂപയ്ക്ക് വരെ നമ്മളൊരു സർജിക്കൽ മാസ്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും ഡിമാൻഡ് അനുസരിച്ച് ഓരോ സാധനങ്ങൾക്കും വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് എന്താണെങ്കിൽ തന്നെ. അതുപോലെയാണ് PPE കിറ്റിന് സംഭവിച്ചത്. അത് തന്നെ ശൈലജ ടീച്ചർ എത്രയോ ഭംഗിയായി ആ കാര്യങ്ങൾ നമ്മളോട് ബോധ്യപ്പെടുത്തി തന്നതാണ്. എന്നിട്ടും പോരാ, അവിടെയും ആക്രമിക്കണം. വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാഫിർ വിവാദം, സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ട് ശൈലജ ടീച്ചറിൻ്റെ ഇതുവരെയുള്ള പ്രതിച്ഛായ തകർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത് തന്നെയല്ലേ ശ്രമിക്കുന്നത്. ശൈലജ ടീച്ചർ എന്ത് പറയുന്നു എന്നുള്ളത് നോക്കിയാണ് ഇപ്പോൾ സൈബർ കൊങ്ങിൽ നടക്കുന്നത്. എന്താണ് ഭയം? എന്തിനാണ് ഇത്ര ഭയക്കുന്നത്? ശൈലജ ടീച്ചർ എന്ന് പറയുന്ന വെറും ഒരൊറ്റ വ്യക്തിയെ, കേരളത്തിലെ മട്ടന്നൂരിൽ നിന്നുള്ള ഒരു MLA നിങ്ങൾ ഭയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസ്സുകാരെ. നിങ്ങൾക്ക് ഭയം വല്ലാതെ ഗ്രസിച്ചിരിക്കുന്നു. തുടർ ഭരണത്തിനുള്ള യാതൊരു സാധ്യതകളുമില്ല എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇനി അങ്ങോട്ടൊരു മന്ത്രിമുഖമായി ശൈലജ ടീച്ചർ ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചറിനെ ഇത്ര ഭയക്കുന്നത്? ആ ശൈലജ ടീച്ചർ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് എന്തൊക്കെയാണ് കേരളത്തിൽ വരുത്തി തീർത്ത മാറ്റങ്ങൾ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നമുക്കറിയാം, നമ്മുടെ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ 9-ാം വാർഡ് എന്ന് പറയുന്ന ഒരു ചിത്രം കണ്ണേ മടങ്ങുക എന്നുള്ള പേരിൽ പ്രമുഖ ദിനപത്രമായ മാതൃഭൂമിയിൽ അച്ചടിച്ചു വന്നിരുന്നു. ആ കാലത്ത് അന്ന് ഒരു വൃദ്ധൻ്റെ ചിത്രമായിരുന്നു. എല്ലും തോലുമായി ഒരു വരാന്തയിൽ കിടക്കുന്ന ഒരു 9-ാം വാർഡിൽ താഴെ കിടന്നുറങ്ങുന്ന ഒരു വൃദ്ധൻ്റെ ചിത്രമായിരുന്നു അത്, കണ്ണേ മടങ്ങുക. എന്തായിരുന്നു ആ ചിത്രത്തിൻ്റെ ഉദ്ദേശം? ഇവിടെ ജനറൽ ആശുപത്രി എന്ന് പറയുന്ന ആശുപത്രിയിലെ അസൗകര്യങ്ങളുടെ കൂമ്പാരമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ആ ചിത്രം പുറത്തേക്ക് വന്നത്. എന്നാൽ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്താ ചെയ്തത്? ഒരു മിന്നൽ പരിശോധന. ആ മിന്നൽ പരിശോധന എത്തിയപ്പോഴേക്കും അവിടെയുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു പ്രത്യേക ഭാഗം മാത്രം മന്ത്രി വന്ന് സന്ദർശിച്ചാൽ മതി, കാര്യം മാധ്യമങ്ങൾ അവിടേക്കേ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് മാത്രം കുറച്ച് കട്ടിലുകൾ ഇറക്കിയിട്ടു. ആ കട്ടിലുകളിൽ കുറച്ച് രോഗികളെ നല്ല വസ്ത്രത്തോടുകൂടി നല്ല കിടക്കവിരികളോടുകൂടി അവിടെ കിടത്തിയിരുന്നു. മന്ത്രി വന്ന് നോക്കിയപ്പോൾ അവിടെ യാതൊരു കുഴപ്പവുമില്ല. മാധ്യമങ്ങൾ വന്ന് നോക്കുമ്പോഴും ഒരു കുഴപ്പവുമില്ല. എന്നാൽ അതിനപ്പുറത്തേക്ക് സ്ത്രീകളുടെ വാർഡുണ്ടായിരുന്നു. ആ സ്ത്രീകളുടെ വാർഡ് ശോചനീയമായ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അത് ആരും ചൂണ്ടിക്കാട്ടിയില്ല. എന്നാൽ അന്നത്തെ ചില മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു വന്ന് മന്ത്രിക്ക് വേണ്ടിയിട്ട് ചില സൗകര്യങ്ങൾ വളരെ പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ വരുത്തി തീർത്തു, മന്ത്രിയുടെ സന്ദർശനത്തിന് വേണ്ടിയിട്ട് എന്ന് ചില മാധ്യമങ്ങൾ കണ്ടു. അവരത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്നിട്ടും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു നമ്മുടെ ആതുരാലയ അല്ലെങ്കിൽ ആതുര മേഖല, ആതുര ശുശ്രൂഷ മേഖല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും കേരളത്തിൽ ആ കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചവർക്കറിയാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്ട്രെച്ചറിൽ കിടത്തി അല്ലെങ്കിൽ സ്ട്രെച്ചറിൽ ഒരു മൃതദേഹം മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ എന്തോ ഷാർപ്പായിട്ടുള്ളൊരു വസ്തു തുളഞ്ഞു കയറി ആണ് മരണം സംഭവിച്ചതെന്ന് എഴുതേണ്ടി വരുമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അന്നത്തെ സ്ട്രെച്ചറുകളുടെ അവസ്ഥ അതായിരുന്നു. ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റുന്ന ഡെഡ് ബോഡികളുടെ ശരീരത്തിലേക്ക് തുളഞ്ഞു കയറുന്ന തരത്തിൽ ഒടിഞ്ഞു പറഞ്ഞിരിക്കുന്ന സ്ട്രെച്ചറുകളായിരുന്നു അന്ന് മെഡിക്കൽ കോളേജിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ അവസ്ഥയൊക്കെ മാറിയില്ലേ ഇന്ന്? ആ അവസ്ഥയൊക്കെ മാറിയില്ലേ? സ്ട്രെച്ചറുകളില്ലാത്ത അവസ്ഥ, ഈ ഡ്രിപ്പിൻ്റെ സ്റ്റാൻഡുകളില്ലാത്ത അവസ്ഥ, അങ്ങനെ ദുരവസ്ഥകളുടെ ഒരു കെടുകാര്യസ്ഥതയുടെ ഒരു വലിയ കൂമ്പാരമായി മാറിക്കൊണ്ടിരുന്ന ഒരു ആതുര ശുശ്രൂഷ മേഖല നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലേക്ക്. നമ്മൾ അന്നൊക്കെ ആശുപത്രിയിൽ പോകുന്ന സമയത്ത് ഡോക്ടർമാർ കുറിച്ച് തരുന്ന ആകപ്പാടെ ഈ ഒരു ഗ്യാസിനുള്ള ഒരു ഗുളിക മാത്രമാണ് അവിടുന്ന് സൗജന്യമായി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ബാക്കി വില കൂടിയ ആൻറ്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളെല്ലാം നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ഗതികേടാണ്. സാധാരണക്കാരൻ ഒരു 10 ആൻറ്റിബയോട്ടിക് മേടിക്കുകയാണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് 100 മുതൽ 250 രൂപ വരെ അയാളുടെ കയ്യിൽ നിന്ന് ഒരു 9 എണ്ണത്തിന് ചിലവാകുമായിരുന്നു. എന്നാൽ അതൊക്കെ മാറി, ആ കാലം മാറി. ഇന്ന് ആശുപത്രിയിൽ മരുന്നുകൾ നമുക്ക് ലഭ്യമാണ്. രോഗികൾക്ക് ഇന്ന് സർക്കാർ ആശുപത്രിയിലേക്ക് പോകുവാൻ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു.
1000, 2000, 3000 രൂപ വരെ ഒരു ദിവസം ഒരു ഡയാലിസിസിന് ചിലവാകുന്ന ഡയാലിസിസ് ആശുപത്രിയിൽ ചിലവാകുമ്പോൾ ഇന്ന് അവർക്കത് കൊടുക്കണ്ട. ഒരു 3 തവണ ഒരാഴ്ചയിൽ ഡയാലിസിസ് നടത്തേണ്ടി വരുന്ന ഒരു രോഗിക്ക് സ്വകാര്യ ആശുപത്രിയിൽ 6000 രൂപ ചിലവാകുമ്പോൾ ഇന്ന് അവർക്ക് വണ്ടിക്കൂലി മാത്രം കൊടുത്ത് പോയാൽ മതിയാകുന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെ മരിച്ച് വിറങ്ങലിച്ച് മോർച്ചറിയിൽ കാലങ്ങളായിരുന്ന 5 വർഷക്കാലമായി മോർച്ചറിക്കുള്ളിലിരുന്ന ഒരു മൃതദേഹത്തെ ഇന്ന് ജീവൻ കൊടുത്ത് ICUവിലേക്ക് അല്ലെങ്കിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റി എന്ന് നമുക്ക് പറയാൻ കഴിയും. കാര്യം ഇപ്പോൾ VD സതീശൻ പറയുന്നത് ഇന്നത്തെ നമ്മുടെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റിയെടുത്തതിൽ ഒരു വലിയ പങ്ക് വഹിച്ച ഒരു മന്ത്രി തന്നെയാണ് ഈ പറയുന്ന ശൈലജ ടീച്ചർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോവിഡ് കാലത്ത് നമ്മളോട് കാണിച്ച സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളത്തിലെ ജനത ഒന്നടങ്കം ടീച്ചറമ്മ എന്ന് വിളിച്ചത്. കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായ ഏതെങ്കിലും ഒരു മന്ത്രിമാർക്ക് അങ്ങനെ ഒരു പേര് കിട്ടിയിട്ടുണ്ടോ? ഇത്തവണയുണ്ടായ ഒരു മന്ത്രിക്കും കൂടി ആ പേര് കിട്ടിയിട്ടുണ്ട്, മന്ത്രി അപ്പൂപ്പൻ. അങ്ങനെ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ഈ കാലങ്ങൾ ഇത്ര കഴിഞ്ഞല്ലോ ഏതെങ്കിലും ഒരാൾ അങ്ങനെ വിളിച്ച് കേട്ടിട്ടുണ്ടോ? അബ്ദുറബ്ബ് അപ്പൂപ്പൻ എന്ന് ആരെങ്കിലും വിളിച്ച് കേട്ടിട്ടുണ്ടോ ഇന്ന് വരെ, ഇതേ നിമിഷം വരെ? ഇല്ല. പക്ഷേ എന്തുകൊണ്ടാണ് മന്ത്രി അപ്പൂപ്പൻ എന്ന് ശിവൻകുട്ടിക്ക് ഒരു വിളിപ്പേര് വന്നത്? അത് ശിവൻകുട്ടി തന്നെ പറയുന്നതല്ല. ശിവൻകുട്ടി വേദിയിൽ വന്ന് നിന്നുകൊണ്ട് കുട്ടികളോട് പറയല്ല ഈ മന്ത്രി അപ്പൂപ്പനെല്ലാം നോക്കിക്കൊള്ളാം എന്ന് പറയുകയല്ല ചെയ്യുന്നത്. കുട്ടികൾ അറിഞ്ഞ് സ്നേഹത്തോടെയാണ് മന്ത്രി അപ്പൂപ്പൻ എന്നുള്ള ആ വിളി ശിവൻകുട്ടിയെ വിളിക്കുന്നത്. എന്തുകൊണ്ട് സംഭവിച്ചു ഇതൊക്കെ ഏത് ഭരണകാലത്തുണ്ടായിരുന്നതാണ്? അങ്ങനെ ഒരു വിളി കേൾക്കാൻ അർഹതയുള്ള ഒരാൾ പോലും ഇന്ന് UDF ഇല്ലെന്നേ. ടീച്ചറമ്മ എന്ന വിളി കേൾക്കാൻ ഇന്ന് ഒരാൾ പോലും ഇന്നില്ല, കോൺഗ്രസ് പാർട്ടിക്കുള്ളിലില്ല. അതാണ് കാര്യം. അങ്ങനെ ഒരു നേതാവ് ഇറങ്ങി നിൽക്കുമ്പോൾ, അങ്ങനെ ഒരു നേതാവ് ചങ്കുറപ്പോടുകൂടി മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് സത്യമായി വിളിച്ചു പറയുമ്പോൾ ഓർക്കുക, അങ്ങനെ നിങ്ങൾ ഭയന്ന് തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ സൈബർ ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയമാണ് ശൈലജ ടീച്ചറിനെ, കോൺഗ്രസ്സുകാർക്ക്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ നോക്കിക്കോളൂ. പറഞ്ഞു ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ ഇട്ടതാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ തുടക്കം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. സത്യമായിരുന്നു. ഈ പറയുന്ന UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുന്നത്. എന്നാൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കൂ, ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായത്? അന്ന് ഇടതുപക്ഷം പിന്തുണ കൊടുക്കുകയായിരുന്നു. ആ സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കന്മാർ അങ്ങനെ ഒരു ആശയം UPA സർക്കാരിന് മുന്നിൽ കൊടുക്കുകയും അവരത് അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ആശയം ഉണ്ടായത് ആരുടെ കയ്യിൽ നിന്നാണ്? ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്നാണ്. അന്ന് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന്, ഇടതുപക്ഷത്തുകാരുടെ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയമായിരുന്നു. അതിനുവേണ്ടി സമരം ചെയ്തതും അതിന് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചതും അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാ പ്രഷറും കൊടുത്തത് ഇതേ ഇടതുപക്ഷം തന്നെയായിരുന്നു. അപ്പോൾ അന്ന് ആണവോർജ്ജവുമായി ബന്ധപ്പെട്ട ആണവ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലാണ് അന്ന് ഇടതുപക്ഷം അതിൻ്റെ പിന്തുണ പിൻവലിക്കുന്നത്. അങ്ങനെ അപ്പോഴും ഈ ജനോപകാരപ്രദമായ ഏതൊരു പദ്ധതിക്ക് പിന്നിലും ഇടതുപക്ഷത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇതൊന്നും അറിയാതെയാണ് ഈ സൈബർ കൊങ്ങികൾ എന്ന് പറയുന്ന സൈബർ കൂട്ടങ്ങൾ, സൈബർ ഗുണ്ടകളായിട്ടുള്ള ആളുകൾ ഈ രീതിയിൽ ശൈലജ ടീച്ചറിനെതിരായി പരസ്യമായി വടിവാളും കൊണ്ട് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ആക്രമിക്കാൻ, തിരഞ്ഞു പിടിച്ചക്രമിക്കാൻ, അക്രമം നടത്താൻ വേണ്ടിയിട്ട്. അല്ലാതെ അങ്ങനെ നിങ്ങൾ എത്ര ആക്രമിച്ചാലും ശൈലജ ടീച്ചർ കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് കഴിഞ്ഞ നിപ്പയുടെ കാലഘട്ടത്തിൽ, കഴിഞ്ഞ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ആ ടീച്ചർ നമുക്കൊപ്പം ഉണ്ടായിരുന്നു. ശൈലജ ടീച്ചർ നമുക്കൊപ്പം ഓരോ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ട് ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങൾ ഇന്ന കാര്യങ്ങൾ പരിപാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഊണും ഉറക്കവുമില്ലാതെ ശൈലജ ടീച്ചർ നിരന്തരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ആ ജനപിന്തുണ തന്നെയാണ്, അല്ലെ ജനങ്ങൾക്ക് ടീച്ചർ നൽകിയ ആ ഒരു സ്നേഹവും കരുതലും തന്നെയാണ് പിന്നീട് ടീച്ചർ അമ്മ എന്ന് വിളിക്കാൻ ഇടയാക്കിയത്. ആരെയെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഇന്ന് വരെ? ആരെയെങ്കിലും ഒരാൾ UDF മന്ത്രിസഭയുടെ കാലത്ത് ആരെയെങ്കിലും ഒരാളെ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? മന്ത്രി അപ്പൂപ്പൻ എന്നുള്ള വിളി കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ഏതെങ്കിലും ഒരു മന്ത്രി നമ്മുടെ കഴിഞ്ഞ UDFൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നോ? ഇപ്പോഴും ചോദിക്കുകയാണ്. ഈ പറയുന്ന പോലെ ടീച്ചറമ്മ എന്ന വിളിപ്പേര് കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിളിപ്പേര് കേട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വനിതാ മന്ത്രിമാർ UDFൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. അങ്ങനെ അതൊന്നും ഇല്ലാതിരിക്കുന്ന തന്നെയാണ് UDFന് ഇത്രത്തോളം ഭയമുണ്ടാകാൻ കാരണം. അങ്ങനെ 2 പേര് അല്ലെങ്കിൽ ടീച്ചറമ്മ ഒറ്റയ്ക്കിറങ്ങി നിന്നാൽ തന്നെ കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഒരു സ്ത്രീകളടക്കമുള്ള അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗത്തെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസം ഈ UDFകാർക്കുണ്ട്. കനകോലുവിൻ്റെ സിദ്ധാന്തങ്ങൾക്കോ കനകോലു എഴുതി പിടിപ്പിച്ചുകൊണ്ട് വരുന്ന 50 കോടി മേടിച്ചുകൊണ്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജികൾക്കോ അപ്പുറം എത്ര വർഗീയത പറഞ്ഞാലും ശരി, സ്വർണ്ണക്കൊള്ളയെ അതിനകത്ത് കൊണ്ടുവന്ന് വർഗീയതയെ ചാലിച്ചു കൊണ്ടുവന്ന് കേരളത്തിൻ്റെ ജനമനസാക്ഷികളുടെ മുന്നിലേക്ക് ഇറക്കിക്കൊടുത്താലും ശരി, ടീച്ചറമ്മ ഉയർത്തിക്കൊണ്ടുവന്ന സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും പരിചരണത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു തട്ടുണ്ട്. ആ തട്ട് എന്നും താണു തന്നെ ഇരിക്കും, അവിടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ടീച്ചറമ്മയോട് ഇത്ര ദേഷ്യം എല്ലാവർക്കും.
ടീച്ചറമ്മയെ പല പേര് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നുണ്ട് പലരും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ കേരളത്തിന് വേണ്ടി നൽകിയിട്ടുള്ള സംഭാവനകളെ മറികടക്കാൻ തക്ക ശേഷിയുള്ള ഒരാളും ഇന്ന് UDF ഇല്ല, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിലില്ല. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നല്ല, UDF എന്ന് പറയുന്ന മുന്നണിക്കകത്ത് ആരുമില്ല എന്നുള്ള വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് UDFകാർക്ക് ഇത്ര ഭയവും. അതുകൊണ്ട് നിങ്ങൾ എത്ര സൈബർ കൊങ്ങികളെ അല്ലെങ്കിൽ സൈബർ ഗുണ്ടകളെയും ഇറക്കി വിട്ടോളൂ, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ശൈലജ ടീച്ചർ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.